മണ്ഡലകാല തീർത്ഥാടനം ആരംഭിച്ച് 23 ദിവസങ്ങൾ പിന്നിടുമ്പോൾ സന്നിധാനത്തും പരിസരത്തു നിന്നുമായി വനം വകുപ്പിൻ്റെ സ്നേക്ക് റെസ്ക്യൂ ടീം പിടികൂടിയത് 95ഓളം പാമ്പുകളെ. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലാണ് ക്ഷേത്രമെന്നതിനാൽ വന്യജീവി സാന്നിധ്യം സ്വാഭാവികമാണെന്നും ഭക്തർ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിച്ചാൽ മാത്രം മതിയെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്തർക്കും ജീവനക്കാർക്കും തടസ്സമാകുന്ന രീതിയിൽ കാണപ്പെടുന്ന പാമ്പുകളെ പിടികൂടി സുരക്ഷിതമായി കാട്ടിലേക്ക് തുറന്നുവിടുന്ന രീതിയാണ് അവലംബിക്കുന്നത്. എൻ്റെ പേര് ബൈജു എന്നാണ്. ഞാൻ കഴിഞ്ഞ സീസണിലാണ് ശബരിമല സന്നിധാനത്ത് ഡ്യൂട്ടിക്കായിട്ട് വരുന്നത്. ഞാൻ വൈൽഡ് ആനിമൽ റെസ്ക്യൂവറാണ്. സ്നേക്കാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഇവിടെ പെരിയാർ ടൈഗർ റിസർവിൽ വന്നിട്ട് കഴിഞ്ഞ വർഷം സീസണിൽ 365ഓളം പാമ്പുകളെ നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലുപരി ഇടക്കാലങ്ങളിലെല്ലാം നമുക്ക് പാമ്പുണ്ടാവാറുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് 4ഓളം രാജവെമ്പാലയെ നമുക്ക് ഇവിടെ സന്നിധാനത്ത് പിടിച്ച് കാട്ടിൽ ഉൾവനത്തിലേക്ക് വിടേണ്ടതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സാറിൻ്റെയും RO സാറിൻ്റെയും നിർദ്ദേശം അനുസരിച്ചിട്ടും നിലവിൽ നമ്മുടെ BF സെക്ഷൻ ഓഫീസറായിട്ടുള്ള രാജേഷ് സാറിൻ്റെയും നിർദ്ദേശാനുസരണം വൈൽഡ് അനിമലായിട്ടുള്ള പാമ്പുകളെയും അതുപോലെ തന്നെ പന്നികളെയും പരിക്ക് പറ്റി പന്നികളെയും അതുപോലെ തന്നെ ഈ മലയണ്ണാൻ കുരങ്ങ് എന്നീ ജീവികളൊക്കെ നമുക്ക് സംരക്ഷിച്ചിട്ട് പ്രാഥമിക പരിചരണം കൊടുത്ത് നമുക്ക് കാട്ടിലേക്ക് അയക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ വർഷം നമുക്ക് ഈ 22 ദിവസത്തിനുള്ളിൽ നമുക്ക് 95ഓളം പാമ്പുകളെ നമുക്ക് റെസ്ക്യൂ ചെയ്തിട്ട് കാട്ടിലേക്ക് വനത്തിലേക്ക് വിടാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ പിടികൂടിയവയിൽ ഭൂരിഭാഗവും വിഷമില്ലാത്തവയാണ്. സന്നിധാനത്തെ സ്നേക്ക് റെസ്ക്യൂവർ ബൈജു പറഞ്ഞു. ചേര, ട്രിങ്കറ്റ്, പച്ചിലപ്പാമ്പ്, വില്ലൂന്നി തുടങ്ങിയ വിഷമില്ലാത്ത പാമ്പുകളെയാണ് കൂടുതലായി സന്നിധാനത്ത് കണ്ടുവരുന്നത്. ഈ സീസണിൽ പിടികൂടിയവയിൽ ഏകദേശം 15 എണ്ണം മാത്രമാണ് വിഷമുള്ള ഗണത്തിൽപ്പെട്ടവയായി ഉണ്ടായിരുന്നത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ മണ്ഡലകാലത്ത് 365ഓളം പാമ്പുകളെ ഇത്തരത്തിൽ പിടികൂടിയിരുന്നു. സീസൺ അല്ലാത്ത സമയങ്ങളിലും പാമ്പുകളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഏകദേശം 6 മാസം മുമ്പ് സന്നിധാനത്ത് നിന്ന് 4 രാജവെമ്പാലകളെ പിടികൂടി ഉൾവനത്തിലേക്ക് വിട്ടിരുന്നതായും സ്നേക്ക് ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിക്കുന്നു. സന്നിധാനത്തും പമ്പയിലുമായി 6ഓളം പേരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് പാമ്പുകളെ പിടികൂടാൻ രംഗത്തുള്ളത്. നിരന്തരമായി ലഭിക്കുന്ന കോളുകൾക്കനുസരിച്ച് പാമ്പുകളെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഇവർ സ്വീകരിക്കുന്നുണ്ട്. പാമ്പുകൾക്ക് പുറമെ പരിക്കേറ്റ കാട്ടുപന്നികൾ, കുരങ്ങുകൾ, മലയണ്ണാൻ തുടങ്ങിയ ജീവികൾക്കും വനം വകുപ്പ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുടെയും റേഞ്ച് ഓഫീസറുടെയും നിർദ്ദേശപ്രകാരം സംരക്ഷണവും ചികിത്സയും നൽകി വരുന്നുണ്ട്. പാമ്പുകളെ കണ്ടാൽ അവയെ ഉപദ്രവിക്കാനോ പിടിക്കാനോ ശ്രമിക്കാതെ സുരക്ഷിതമായ അകലം പാലിക്കണം. ഉടൻ തന്നെ പോലീസിലോ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയോ വിവരമറിയിക്കണമെന്നും റെസ്ക്യൂവർമാർ അഭ്യർത്ഥിക്കുന്നു. പാമ്പുകടിയേറ്റാൽ അടിയന്തര ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ സന്നിധാനത്തും പമ്പയിലും ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.